ഒരു വ്യക്തി ഇല്ലാത്ത കാര്യങ്ങളെ കണ്ടു, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി ഇല്ലാത്തൊരു സൗണ്ട് കേട്ടു, എനിക്ക് ഇല്ലാത്തൊരു നമ്മൾക്ക് കാണാൻ പറ്റാത്തൊരു കാര്യം അയാൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ അയാളെ നോക്കി കളിയാക്കി ചിരിക്കും, അല്ലെങ്കിൽ അയാളെ പുച്ഛിച്ച് നോക്കുമായിരിക്കും അല്ലേ. പക്ഷേ ഇത് എക്സ്പീരിയൻസ് ചെയ്യപ്പെടുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു സിറ്റുവേഷനാണ് ഇതിനെ നമ്മൾ ഹാലൂസിനേഷൻ എന്ന് പറയും. സൈക്കോട്ടിക് ഡിസോർഡേഴ്സിലൊക്കെ ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന ഒരു സിംറ്റമാണ് ഈ ഹാലൂസിനേഷനും അതേപോലെ ഡെലൂഷനും ഒക്കെ. ഇതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാം. ഹലോ, ഐ എം ഹിബ, ഹെലൻ ഹാപ്പിനെസ്സിലെ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റാണ്. പല കാരണങ്ങൾ കൊണ്ട് മറ്റുള്ളവർക്ക് കാണാൻ സാധിക്കാത്ത കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റുക, അല്ലെങ്കിൽ മറ്റുള്ളവരൊന്നും കേൾക്കാത്ത കുറേ കാര്യങ്ങൾ നമ്മൾ കേൾക്കുക, ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മളിതിനെ ഹാലൂസിനേഷൻ എന്നാണ് പറയുന്നത്. ഒരുപാട് ടൈപ്സ് ഹാലൂസിനേഷൻസ് ഉണ്ട്. ഓഡിറ്ററി ഹാലൂസിനേഷൻ, മറ്റുള്ളവർക്ക് കേൾക്കാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നതിനെ പറയുന്നുണ്ട്. അതേപോലെ വിഷ്വൽ ഹാലൂസിനേഷൻ, നമ്മൾ മറ്റുള്ളവരൊന്നും കാണാത്ത കാര്യങ്ങളെ കാണുന്നുണ്ട് എന്ന് പറയുന്നത്. ടാക്റ്റൈൽ ഹാലൂസിനേഷൻ എന്ന് പറയുന്നത് നമ്മൾ മറ്റുള്ളവർക്കൊന്നും സെൻസ് ചെയ്യാൻ പറ്റാത്ത, അല്ലെങ്കിൽ അവർക്കൊന്നും കാണാൻ പറ്റാത്ത കാര്യം നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്നത്. ഇതിന് മുമ്പേ ഞാനൊരു കേസ് കണ്ടിട്ടുണ്ടായിരുന്നു. ഒരാൾക്ക് കയ്യിലൂടെ എപ്പോഴും കയ്യിലൂടെ മാത്രമല്ല ബോഡിയിൽ ഇങ്ങനെ രോമം വളരുന്നതായിട്ട് ഫീൽ ചെയ്യുക, ആ ഒരു ഫീൽ അയാൾക്കത് സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് പറയുന്നത്. അതാണ് ടാക്റ്റൈൽ ഹാലൂസിനേഷൻ. ഇനി ഗസ്റ്റേറ്ററി ഹാലൂസിനേഷൻ എന്ന് പറയുന്നത് നമ്മൾക്ക് മറ്റാർക്കും സെൻസ് ചെയ്യാൻ പറ്റാത്ത ടേസ്റ്റ്, ഒരു ഫുഡ് ഇല്ലാതെ തന്നെ നമുക്ക് ആ ഫുഡിൻ്റെ ടേസ്റ്റ് ഫീൽ ചെയ്യുന്നത്. നമ്മൾക്ക് ഒരു ഫുഡിൻ്റെ സ്മെല്ല് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റ്, വായിൽ വെള്ളം വരുന്നതിലപ്പുറമായിട്ട് ഒരു സ്റ്റിമുലസും ഇല്ലാതെ തന്നെ നമ്മൾക്ക് ആ ഒരു ഫുഡിൻ്റെ ടേസ്റ്റ്, ഫുഡിൻ്റെത് മാത്രമല്ല ഭയങ്കര വിയേർഡായിട്ടുള്ള ടേസ്റ്റ് ചില സമയത്ത് നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റും. അതിനൊക്കെയാണ് നമ്മൾ ഗസ്റ്റേറ്ററി ഹാലൂസിനേഷൻ എന്ന് പറയുന്നത്. ഓൾഫാക്ടറി ഹാലൂസിനേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് സ്മെല്ല്, മറ്റുള്ളവർക്ക് സെൻസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള സ്മെല്ല് സെൻസ് ചെയ്യാൻ സാധിക്കുന്നത്. കൈനസ്തെറ്റിക് ഹാലൂസിനേഷൻ എന്ന് പറയുന്നത് ബോഡിയിൽ നമ്മൾക്ക് ഒരു മൂമെൻറ്റും ഉണ്ടാവില്ലെങ്കിലും നമ്മളിങ്ങനെ മൂവ് ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്യുന്നു. ചിലപ്പോൾ തല കറങ്ങുന്നതായിട്ടോ, അല്ലെ നമ്മൾക്ക് ഒരു പാരലൈസ്ഡ് ആയി പോയതായിട്ടോ, അല്ലെങ്കിൽ നമ്മളൊരു സൈഡിലേക്ക് ഇങ്ങനെ ചെരിഞ്ഞ് വീഴുന്നതായിട്ടോ ഒക്കെ സെൻസ് ചെയ്യാൻ സാധിക്കുന്നതിനാണ് കൈനസ്തെറ്റിക് ഹാലൂസിനേഷൻ എന്ന് പറയുന്നത്. കൂടുതലായിട്ടും ഇത്തരം സിംറ്റംസ് ഒക്കെ സ്കിസോഫ്രീനിയ, സ്കിസോ അഫക്റ്റീവ് ഡിസോർഡേഴ്സ്, സ്കിസോടൈപ്പൽ ഡിസോർഡേഴ്സ് പോലത്തെ സൈക്കോട്ടിക് ഡിസോർഡേഴ്സിലാണ് കാണുന്നത്. ഈ ഹാലൂസിനേഷൻ പറഞ്ഞതിൽ നമ്മൾ ഓഡിറ്ററി ഹാലൂസിനേഷൻ തന്നെ ഒരുപാട് ടൈപ്പ് ഉണ്ട്. ചില ആൾക്കാർ ഒരു ബീപ്പ് സൗണ്ട്, അതായത് ആളുടെ സൗണ്ടോ ഒരു വ്യക്തിയുടെ സൗണ്ടോ അല്ലെങ്കിൽ മറ്റുള്ളവർ സംസാരിക്കുന്ന സൗണ്ടോ ഒന്നും അല്ലാതെ ഒരു ബീപ്പ് സൗണ്ട് മാത്രം കേൾക്കുന്നുണ്ടെങ്കിൽ അതിനെ നമ്മളൊരു എലമെൻ്ററി ഓഡിറ്ററി ഹാലൂസിനേഷൻ എന്നാണ് പറയുന്നത്. അതൊരു വ്യക്തിയുടെ സൗണ്ട് ആയിരിക്കില്ല ഉണ്ടായിരിക്കുക. അതല്ല, ഒരു വ്യക്തി നമ്മളോട് സംസാരിക്കുന്നതായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്, പുറമേ നിന്നുള്ളൊരു വ്യക്തിയുടെ സൗണ്ടാണ് നമ്മൾ കേൾക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് ഫസ്റ്റ് പേഴ്സൺ ഹാലൂസിനേഷൻ എന്നാണ് പറയുന്നത്. അതല്ലാതെ മറ്റ് രണ്ട് വ്യക്തികളോ അല്ലെങ്കിൽ മറ്റുള്ള വ്യക്തികൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത് ഒക്കെയാണ് നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്നത് എന്നുണ്ടെങ്കിൽ അത് സെക്കൻഡ് പേഴ്സൺ ഹാലൂസിനേഷൻ ആയിട്ടാണ് പറയുന്നത്. അത് നമ്മളോടല്ല പറയുന്നത്, അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതിനാണ് നമ്മൾ സെക്കൻഡ് പേഴ്സൺ ഓഡിറ്ററി ഹാലൂസിനേഷൻ എന്ന് പറയുന്നത്. ഹാലൂസിനേഷൻസ് അല്ലാതെ നമ്മളുടെ സ്കിസോഫ്രീനിയ പോലെയുള്ള സൈക്കോട്ടിക് ഡിസോർഡേഴ്സിൽ ഏറ്റവും കൂടുതൽ കാണുന്ന വേറൊരു പോസിറ്റീവ് സിംറ്റമാണ് ഡെലൂഷൻസ്. ഡെലൂഷൻസും ഒരുപാട് ടൈപ്സ് ഉണ്ട്. പെർസിക്യൂട്ടറി ഡെലൂഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഗ്രാൻഡിയോസിറ്റി ഉണ്ട്, റെഫറൻസ് ഉണ്ട്, തോട്ട് ഇൻസേർഷൻ ഉണ്ട്, തോട്ട് വിഡ്രോവൽ, തോട്ട് ബ്രോഡ്കാസ്റ്റിംഗ്, എറോട്ടോമാനിക്, നിഹലിസ്റ്റിക്, സൊമാറ്റിക് എന്ന് പറഞ്ഞ ഒരുപാട് ടൈപ്സ് ഡെലൂഷൻസ് ഉണ്ട്. ഹാലൂസിനേഷൻ പോലെ അല്ല ഡെലൂഷൻ. ഹാലൂസിനേഷൻ എന്ന് പറയുന്നത് നമുക്കത് വേറൊരു വ്യക്തി നമ്മളോട് സംസാരിക്കുന്നതായിട്ട് ഫീൽ ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ വേറെ ഒരു ഇല്ലാത്തൊരു കാര്യത്തിന് നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളൊരു കാര്യമാണ് ഹാലൂസിനേഷൻ. പക്ഷേ ഡെലൂഷനിലേക്ക് എത്തുമ്പം നമ്മൾക്ക് അങ്ങനെ ഒരു സ്റ്റിമുലസ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ നമ്മളുടെ ബിലീഫാണ്, നമ്മളുടെ വിശ്വാസമാണ്, ഇങ്ങനെ ഒരു കാര്യം ഉണ്ട് എന്നുള്ളൊരു ഉറച്ച വിശ്വാസമാണ് ഡെലൂഷൻസ്. ഒരു എവിഡൻസസും ഇല്ല എന്നുണ്ടെങ്കിൽ പോലും ഇത്തരത്തിലുള്ള നെഗറ്റീവായിട്ടായിരിക്കും കൂടുതലും ഉണ്ടായിരിക്കുക. അത്തരം ബിലീഫിനെയാണ് ഡെലൂഷൻ, ഫാൾസ് ബിലീഫിനെയാണ് ഡെലൂഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, എനിക്കൊരു സൊമാറ്റിക് ഡെലൂഷൻ ഉണ്ടെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ടൊരു ബുദ്ധിമുട്ട്, അസുഖം പോലെ, അല്ലെങ്കിൽ ബോഡിയിൽ എന്തെങ്കിലും മോശമായിട്ടൊരു കാര്യം നടക്കുന്നുണ്ട് എന്നുള്ളൊരു ബിലീഫ് ഉണ്ടാവും. എൻ്റെ വയറ്റിൽ ഒരു വേംസ് വളരുന്നുണ്ട് എന്ന് ഭയങ്കരമായിട്ടുള്ളൊരു ബിലീഫ്, അതിനെയാണ് സൊമാറ്റിക് ഡെലൂഷൻ എന്ന് പറയുക. അത് സൊമാറ്റിക് ഡെലൂഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്
നമ്മൾക്ക് നമ്മളുടെ ബോഡി ഓർഗൻസിൽ എന്തെങ്കിലും ഒരു ഓക്കെ അല്ലാത്തൊരു കാര്യം നടക്കുന്നുണ്ട്, പക്ഷെ എത്ര ടെസ്റ്റ് ചെയ്താലും കാര്യങ്ങൾ എന്തുണ്ടെങ്കിലും നമുക്ക് അത് തെളിയിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടെന്ന് കണ്ടുപിടിക്കാനോ സാധിക്കില്ല. ആ ഒരു വ്യക്തിയുടെ മാത്രം ബിലീഫായിരിക്കും അത്. പെർസിക്യൂട്ടറി ഡെലൂഷൻ എന്ന് പറയുന്നത് വേറൊരു വ്യക്തി നമ്മൾ ഹാം ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നമ്മളെ മോശമായിട്ട് ചിത്രീകരിക്കുന്നുണ്ട് എന്നുള്ള ഒരു ബിലീഫാണ്. അതായത് നൈബർ എൻ്റെ ഫുഡിൽ പോയ്സൺ ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ നൈബർ തരുന്ന ഫുഡ് കഴിക്കാൻ പാടില്ല, ഒരു എവിഡൻസും ഉണ്ടാവില്ല, പക്ഷേ നൈബറിനെ ജസ്റ്റ് കാണുമ്പം തന്നെ അയാൾ ഭയങ്കരമായിട്ട് എന്നെ ഹാം ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു എവിഡൻസ് ബേസ്ഡ് അല്ലാത്തുള്ളൊരു ബിലീഫാണ് പെർസിക്യൂട്ടറി ഡെലൂഷൻ. ഗ്രാൻഡിയോസിറ്റി എന്ന് പറയുന്നത് അയാൾ ഈ ഒരു സൂപ്പർ പവർ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളായിരിക്കും. ഗ്രാൻഡിയോസിറ്റി ഉള്ളൊരു വ്യക്തിയാണെങ്കിൽ ഞാനാണ് സൂപ്പർ പവർ, ഞാനാണ് ഗോഡ് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും അയാൾ. ഡെലൂഷൻ ഓഫ് റെഫറൻസ് എന്ന് പറയുന്നത് നമ്മളെ എല്ലാവരും റെഫർ ചെയ്യപ്പെടുന്നത്. ഞാൻ എന്ത് ചിന്തിച്ചാലും അത് എല്ലാവർക്കും മനസ്സിലാവും. എന്നെക്കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളാണ് ഇവിടെ എല്ലാവരും ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ചില സമയത്തൊക്കെ മറ്റുള്ളവർ നമ്മളെ നോക്കുമ്പോൾ നമ്മൾ വിചാരിക്കും എന്നെക്കുറിച്ചാണോ അവർ സംസാരിക്കുന്നത് എന്ന് വിചാരിക്കുന്നതിന് അതിൻ്റെ ഏറ്റവും സിവിയർ ആയിട്ടുള്ളൊരു സ്റ്റേജാണിത്. എല്ലാവർക്കും എന്നെ മാത്രമാണ് റെഫർ ചെയ്യുന്നത് എന്നുള്ളൊരു തോട്ടാണ്. ആ ഒരു ബിലീഫാണ് ഡെലൂഷൻ ഓഫ് റെഫറൻസ്. തോട്ട് ഇൻസേർഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലേക്ക് മറ്റുള്ളവരുടെ ചിന്തകൾ അയാൾ എനിക്ക് ഇട്ട് തരികയാണ്. എൻ്റെ തോട്ട്സ് ഒന്നും ഞാൻ ഉദ്ദേശിക്കുന്നതല്ല, എൻ്റെ മൈൻഡിലേക്ക് കടന്നു വരുന്ന തോട്ട്സ് ഒന്നും എൻ്റേതല്ല എന്നുള്ളൊരു ബിലീഫ്. തോട്ട് വിഡ്രോവൽ ആണെങ്കിൽ ഞാൻ ചിന്തിക്കുന്ന കാര്യങ്ങളൊക്കെ ആരോ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്, എൻ്റെ തോട്ട്സ് ഒന്നും എൻ്റെ ഉള്ളിൽ നിൽക്കുന്നില്ല എന്നുള്ള രീതിയിലുള്ള തോട്ട്സ്, ആ ഒരു ബിലീഫിനെയാണ് തോട്ട് വിഡ്രോവൽ ഡെലൂഷൻ എന്ന് പറയുന്നത്. തോട്ട് ബ്രോഡ്കാസ്റ്റിംഗ് എന്ന് പറയുന്നത് നമ്മളുടെ തോട്ട്സ് മറ്റുള്ളവരിങ്ങനെ സ്പ്രെഡ് ചെയ്തുകൊണ്ട്, ഇപ്പം ഞാൻ മനസ്സിൽ വിചാരിക്കുന്ന ഒരു കാര്യമാണ് എനിക്കിപ്പോൾ ന്യൂസിൽ കാണുന്നത്, അല്ലെങ്കിൽ ഞാൻ മനസ്സിൽ വിചാരിക്കുന്ന കാര്യമാണ് മറ്റുള്ളവർ സംസാരിച്ചുകൊണ്ട് പോകുന്നത്, എൻ്റെ തോട്ട്സിനെ ഇങ്ങനെ ബ്രോഡ്കാസ്റ്റ് ചെയ്ത് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു തോട്ട്, ഒരു ബിലീഫ്, സിവിയർ ആയിട്ടുള്ള ആ ഒരു ബിലീഫാണ് തോട്ട് ബ്രോഡ്കാസ്റ്റിംഗ് ഡെലൂഷനിൽ വരുന്നത്. എറോട്ടോമാനിക് ഡെലൂഷൻ എന്ന് പറയുന്നത് നമ്മൾ സ്റ്റാറ്റസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ഹൈ പൊസിഷനിൽ നിൽക്കുന്ന ആൾക്കാരുമായിട്ട് നമുക്കൊരു റിലേഷൻ ഉണ്ട്, അല്ലെങ്കിൽ അവരുമായിട്ട് എനിക്കൊരു കണക്ഷൻ ഉണ്ട് എന്നൊക്കെ വിശ്വസിക്കുന്നത്. അതായത് പല സമയങ്ങളിലും ഇത് കാണപ്പെടുന്നത് ഏതെങ്കിലും ഹീറോയിൻസായിട്ട് ഞാൻ സീക്രട്ട് റിലേഷൻഷിപ്പിലാണ്, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയും അല്ലെങ്കിൽ പ്രധാനമന്ത്രിയും ഒക്കെ ആയിട്ട് ഞങ്ങൾ നല്ല വേറെ ടേംസിലാണ് എന്നൊക്കെ പറയുന്ന ചില സിറ്റുവേഷൻസ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇതിനൊക്കെ നമ്മൾ എറോട്ടോമാനിക് ഡെലൂഷൻ എന്നുള്ള രീതിയിലാണ് പറയപ്പെടുന്നത്. ഇത്തരത്തിൽ ഒരുപാട് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കാത്ത, നമ്മൾക്ക് ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത ഒരുപാട് സിറ്റുവേഷൻസ് ഫേസ് ചെയ്യുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. അവരെ സംബന്ധിച്ച് ഇത് ഒരിക്കലും അവർ ഫേക്ക് ചെയ്യുന്നതോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് വെറുതെ പറയുന്നതോ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കില്ല. അവർക്കിത് സെൻസ് ചെയ്യാനും അവർക്കിത് എക്സ്പീരിയൻസ് ചെയ്യാനും സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ബുദ്ധിമുട്ടുകളൊക്കെ മറ്റൊരാൾ നമ്മളോട് വന്ന് പറയുകയാണെങ്കിലോ, നമുക്ക് ഇത്തരം ബുദ്ധിമുട്ടുകൾ ഫീൽ ചെയ്യുന്നുണ്ട് എങ്കിലും തീർച്ചയായിട്ടും ഒരു തെറാപ്യൂട്ടിക് ഹെൽപ്പ് നിങ്ങൾ സീക്ക് ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ബുദ്ധിമുട്ടുകൾ മറ്റൊരാൾ നിങ്ങളോട് വന്ന് പറയുകയാണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വയമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യപ്പെടുകയാണെങ്കിലോ തീർച്ചയായും ഉടനെ തന്നെ ഒരു തെറാപ്പി എടുക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്